ദൈവശബ്ദം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവവചനം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, നീയും നിൻ്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. അതെ, ദൈവത്തിൻ്റെ വാക്ക് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം അനുസരിക്കുന്നവരാകുക. അങ്ങനെ നാം അനുസരിക്കുന്നവരായാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളുടെ സ്ഥിതി മാറത്തക്കവണ്ണം നമ്മളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരും. പലപ്പോഴും നാം വിട്ടു എന്ന് പറയുന്ന പലതും വിട്ടുകളയാൻ മനസ്സില്ലാത്തവരായി നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ നാം പരാജിതരായി തീരാറുണ്ട്. പിന്നെയും ആവർത്തന പുസ്തകം 28-ന്റെ 2 മുതൽ 6 വരെ, നിൻ്റെ ദൈവമായയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ നീ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കന്നുകാലിയുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അതെ, ദൈവത്തെ കേട്ടനുസരിക്കുന്നവൻ്റെ അനുഗ്രഹം ആർക്കും തടഞ്ഞു കളയുവാൻ കഴിയത്തില്ല. പിന്നെയും ആവർത്തന പുസ്തകം 18-ന്റെ 12, യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് അതെ അനുഗ്രഹിച്ച് നിന്നെ സഹായിക്കും. നീ വായ്പ വാങ്ങുകയല്ല, വായ്പ കൊടുക്കുന്നവനായിത്തീരും. അതെ, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ വേണ്ടി ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കുകയും ദൈവവചനം കേട്ടനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാം. മേ ഗോഡ് ബ്ലെസ് യു.